നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അല്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ എത്രത്തോളം വീഡിയോസ് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം ലൈവ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എന്നിട്ടും എനിക്ക് വാച്ച് ഹവർ കയറുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് 4000 വാച്ച് ഹവർ ആവുന്നില്ല. അല്ലെങ്കിൽ പോട്ടെ, ഞാൻ ഇത്രത്തോളം വീഡിയോസ് ഇട്ടിട്ടും എനിക്ക് വ്യൂസ് കയറുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇത്രയും മെനക്കെട്ടിട്ടിരുന്നു യൂട്യൂബിൽ ഓരോരോ വീഡിയോസ് ചെയ്യുന്നു. എന്നിട്ടും യൂട്യൂബ് എനിക്കൊന്നും എന്നെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് വിടുന്നില്ലല്ലോ. ഞാൻ ഇനി എന്ത് ചെയ്യും? ഇതൊക്കെ നിർത്തിയാലോ എന്ന് ചിന്തിച്ചിട്ടില്ലേ നിങ്ങൾ? അല്ല, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നില്ലേ? ആ ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടല്ലേ നിങ്ങളിപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നത്? സത്യസന്ധമായിട്ട് നിങ്ങൾ മുഖത്ത് നോക്കി ഉത്തരം പറയണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. ആദ്യം തന്നെ പറയാം, ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. എങ്കിലേ എനിക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ, കാണുന്ന നിങ്ങൾക്കും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊരു മോട്ടിവേഷനായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളെടുത്തോളൂ. യൂട്യൂബിൽ മോട്ടിവേഷൻസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല മക്കളെ, പറ്റില്ല. കാരണം നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ പുഷ് ചെയ്ത് വിടാതെ നമുക്ക് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. കാരണം നമുക്ക് പോസിറ്റീവ് വരുന്ന പോണക്ക് തന്നെ നെഗറ്റീവ് പറയാനും നമ്മൾ നെഗറ്റീവ് അടിച്ച് തളർത്താനും ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. അത് പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി. ആദ്യം നമ്മളൊരു ബൂസ്റ്റില്ല, നമ്മൾ എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് 4000 വാച്ച് ഹവറും 1000 സബ്സ്ക്രൈബേഴ്സും ഒക്കെ സിമ്പിളായിട്ട് നടക്കും, ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾ അത് മറ്റെന്ത് പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങും. പക്ഷെ തുടങ്ങി അങ്ങോട്ട് കഴിയുമ്പോഴാണ് സംഭവം ഞാൻ വിചാരിച്ച പോണക്ക് അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നു അല്ലേ? ഇതുപോലെ എനിക്ക് മനസ്സിലായിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് വീഡിയോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് സ്കിപ്പ് ചെയ്തിട്ട് പോകല്ലേ. അപ്പം അത് ഒരു പ്രശ്നമാണ്. നിങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു പരിപാടി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയും, സ്കിപ്പ് ചെയ്തിട്ട് പോകല്ലേ, ഇതൊന്ന് കാണണേ എന്ന് പറയുന്നത്. അപ്പം അതാണ്, ഓർമ്മയൊന്നുമില്ല. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര വീഡിയോസ് ഇട്ടെന്ന് പറഞ്ഞാലും നമ്മുടെ വീഡിയോസിന് വ്യൂസ് കയറത്തില്ല, വ്യൂസ് തരത്തില്ല യൂട്യൂബ്. കാരണം ചില വീഡിയോസിന് മാത്രം അവർ പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ തള്ളി അങ്ങ് വിടും. ചിലപ്പോൾ നോക്കുമ്പോൾ 83 വ്യൂസ് കാണും. ചിലപ്പോൾ നോക്കുമ്പോൾ നമ്മൾ വൈറ്റി സ്റ്റുഡിയോയിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് 83 കാണാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ 10 പേരായിരിക്കും കാണുന്നത്, ചിലപ്പോൾ 20 പേരായിരിക്കും കാണുന്നത്. അതതിൻ്റെ ഒരു കളിയാണ്. നമ്മൾ ആ സത്യം മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾ ലൈവിൽ ഒരു മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈവിൽ വന്നിരുന്ന് കുറേ നേരം ലൈവിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വളരെ കുറച്ച് ഒരു മറ്റേ വാച്ച് ഹവേഴ്സ് കിട്ടുന്നതായിരിക്കും, വളരെ കുറച്ച്. പക്ഷേ നമ്മൾ കുറേ മാസങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കേണ്ടി വരും. മറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ട് നല്ല രീതിക്ക് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുവഴി നമുക്ക് വ്യൂസ് കിട്ടും കേട്ടോ. പക്ഷേ ആ വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിടുന്ന വീഡിയോസിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ക്വാളിറ്റി എന്നാണ് ഞാൻ പറഞ്ഞത്, ക്ലാരിറ്റി എന്നല്ല പറഞ്ഞത്. ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൻ്റെ ക്ലാരിറ്റി, അത് ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത ക്ലാരിറ്റിയും ഇതുമൊക്കെ മതി. പക്ഷെ നമ്മളിടുന്ന വീഡിയോസ് ക്വാളിറ്റി വീഡിയോസ് ആയിരിക്കണം. അല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങളായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കയറി വരാൻ സാധിക്കത്തുള്ളൂ. പിന്നെ നിങ്ങളതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ക്വാളിറ്റി വീഡിയോസ് ഇടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കണ്ടൻറ്റ് വീഡിയോസ് ഇടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളെ വിഷമിച്ചൊന്നും ഇരിക്കണ്ട. മനുഷ്യരാണ് പുള്ളേ, നമ്മളെക്കൊണ്ട് സാധിക്കില്ല. നമ്മളത് തളരുന്ന സിറ്റുവേഷൻസ് വരും. പക്ഷെ തളരരുത്. നമ്മൾ വീണ്ടും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇപ്പം ഇന്നൊരുത്തൻ ഒരു കാര്യം സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ദിവസം എനിക്കത് വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. നമ്മൾ വീണ്ടും നമ്മൾ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. നമുക്ക് ആ വീഡിയോസ് ഇടാൻ പറ്റും, നമുക്കത് ചെയ്യാൻ പറ്റും, നമുക്കതിലോട്ട് എത്തിപ്പിടിക്കാൻ പറ്റും, അത് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകല്ലോ, ലാസ്റ്റ് വരെ കാണണം. എങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് കേട്ടോ. അപ്പം ഇതാണ് കാര്യം. അപ്പം നമ്മളെ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ എന്നെപ്പോഴൊക്കെയുള്ള കുറച്ച് യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ചില വീഡിയോസിൽ കണ്ടൻറ് ഒന്നും കിട്ടാൻ നമ്മൾ തളർന്നു പോകും. ഈ പരിപാടി അങ്ങ് നിർത്തിയാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിരിക്കും. അങ്ങനെ തളർന്നു പോകരുത്. നമ്മളായിട്ട് നമ്മൾ ഓരോ കണ്ടൻറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അല്ലേ, യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആയി അല്ലെന്നുണ്ടെങ്കിൽ 4000 വാച്ച് അവർക്ക് എങ്ങനെയെങ്കിലും അടിച്ചങ്ങ് ഒപ്പിച്ചെന്നിരിക്കട്ടെ. എങ്കിൽ പോലും ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. യൂട്യൂബ് നമുക്ക് ചുമ്മാ പൈസ തരൂല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് എല്ലാ ദിവസവും ഇട്ടില്ലെങ്കിൽ പോലും
2-3 ദിവസം കൂടുമ്പോഴെങ്കിലും വീഡിയോസ് ഇടുക. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. ആ വീഡിയോസ് നന്നായിട്ട് ആൾക്കാരിലേക്ക് കയറി പോവുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ, രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട്, യൂട്യൂബിലൊരു വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരു മോണിറ്റൈസേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്കങ്ങ് ലക്ഷങ്ങൾ വരാം എന്ന് വിചാരിക്കുന്ന ടീംസുണ്ട്. അതൊക്കെ വെറുതെയാണ്, ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ രക്ഷപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ നന്നായിട്ട് എന്ത് കാണിച്ചു കൂട്ടുമെന്ന് പറഞ്ഞാലും വ്യൂസ് കയറി പോകുന്ന കുറേ ചാനൽസ് ഉണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ വീഡിയോസ് അവരെന്ത് കാണിച്ചു കൂട്ടുമെന്ന് പറഞ്ഞാൽ ഒരു 10-20K 50K ആൾക്കാരൊക്കെ കാണും. അവർക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മളെപ്പോഴൊക്കെ എന്തെങ്കിലും അന്നം കഴിച്ച് ജീവിക്കുക എന്ന് വിചാരിക്കുന്ന ടീംസ് യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങും. അത് ക്ലച്ച് പിടിക്കാൻ കുറച്ച് നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ മക്കളെ. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുക, വീഡിയോസ് ഇടുക. ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ 10 വ്യൂസ് ആണെങ്കിൽ നാളെ അത് 20 വ്യൂസ് ആക്കാൻ വേണ്ടി നോക്കുക. അപ്പം 20 വ്യൂസ് ആണെങ്കിൽ ഇപ്പം നാളെ അത് വീണ്ടും അത് 5 വ്യൂസ് ആവും. അങ്ങനെയാണ് യൂട്യൂബിൻ്റെ ഒരു കളി. അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഇന്ന് 20 വ്യൂസ് ആയി കഴിഞ്ഞാൽ നാളെ 10 ആയിരിക്കും, ചിലപ്പോൾ 5 ആയിരിക്കും. കുറഞ്ഞ് വരും. ചിലപ്പോൾ കൂടിയും വരും. നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ യൂട്യൂബ് വ്യൂസിനെ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. അപ്പം അങ്ങനെ യൂട്യൂബ് വ്യൂസ് കൂടി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വീഡിയോസ് നല്ല വീഡിയോസ് ആയിരിക്കണം, നല്ല ക്ലാരിറ്റി വീഡിയോസ് ആയിരിക്കണം, നല്ല ക്വാളിറ്റി വീഡിയോസ് ആയിരിക്കണം. ഇത് നമ്മുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ ഇവൻ്റെ വീഡിയോ കൊള്ളാം, ഇവൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുക, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ചെയ്യുക, ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള വീഡിയോസ് ചെയ്യുക. പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവർക്ക് ഇഷ്ടപ്പെടില്ല. അതാണ് സത്യം. അപ്പം ഞാൻ പലവിധ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ചിലത് കയറും, ചിലത് കയറില്ല, ചിലത് കാണും, ചിലത് കാണത്തില്ല. ഇങ്ങനെയൊക്കെയാണ് യൂട്യൂബിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്കും കൂടെ താല്പര്യമുള്ള, നിങ്ങൾക്ക് പാഷനായിട്ടുള്ള, മറ്റുള്ളവർക്കും കൂടി ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള വീഡിയോസ് എടുത്ത് വെച്ചിരിക്കുക. നല്ലൊരു ക്യാമറ മേടിച്ചിട്ട്, മൊബൈലും വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മേടിച്ചിട്ട്, അതിന് വലിയ പൈസ ഒന്നും വലുതായിട്ട് അതിലുള്ളതൊക്കെ വെച്ചിട്ട്, എങ്ങനെയാലും മൊബൈൽ ക്ലാരിറ്റി മെയിനാണ്. അത് വെച്ചിട്ട് നിങ്ങളൊരു മൊബൈൽ മേടിക്കുക. പറ്റുമെങ്കിൽ പറ്റുന്ന ഫോണൊക്കെ നല്ല ക്ലാരിറ്റി ഉള്ളൊരു മൊബൈൽ മേടിക്കുക. പിന്നെ സൗണ്ട് ക്ലാരിറ്റി പക്കയായിരിക്കുക. പിന്നെ അവതരണം നന്നായിട്ടിരിക്കുക. അതൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ നല്ല വ്യൂസും നല്ല ട്രാവൽ വ്ളോഗ്സൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നല്ല ട്രാവൽ പരമായിട്ടുള്ള നല്ല വീഡിയോസ് എടുത്തിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മറിച്ച് നമ്മൾ കണ്ട പൂച്ചയുടെയും പട്ടിയുടേതും അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന പശുവിൻ്റേതും ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ കാണത്തില്ല. ഇതൊക്കെ കുറേ കണ്ട് ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ആയി പോയ കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ പുറത്താണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പം കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ തളരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വ്യൂ ഇല്ല, അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് വ്യൂസ് ഇല്ല, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തി പോവുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചിരിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് കയറി വരാൻ സാധിക്കും. നിങ്ങളുടെ ക്വാളിറ്റി വീഡിയോസ്, ക്വാളിറ്റി കണ്ടൻ്റ് ഉള്ള വീഡിയോസ് ചെയ്യുക. അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കുക, നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ്. ഇപ്പം നമ്മൾ അത്രയും കൊള്ളത്തില്ല, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യാൻ നമുക്ക് കോൺഫിഡൻസ്, അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസം അപ്പായിട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഓരോ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ 1 മാസം, അല്ലെങ്കിൽ 2 മാസം, അല്ലെങ്കിൽ 3 മാസം പോട്ടെ, 4 മാസം, ഒരു വർഷം നമുക്ക് സമയം തന്നിട്ടുണ്ട് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട്. ഈ ആയ ചാനലാണെങ്കിൽ പോലും നിങ്ങൾ നമ്മളെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിൽ വാച്ച് ഹവേഴ്സ് കുറവാണ്, അല്ലെന്നുണ്ടെങ്കിൽ വാച്ചിങ് ടൈം കുറവാണെന്ന് പറഞ്ഞ് വിഷമിച്ചൊന്നും ഇരിക്കേണ്ട. അതാണ് ഒരു പ്രശ്നം വിചാരിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രഷൻ അടിച്ച് വിഷമിച്ച് പോകത്തുള്ളൂ. കാരണം നമ്മളിടുന്ന എഫർട്ടിന് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ബോറടിക്കും. ഇത് നിർത്തിപ്പോകാം, വേറെ എന്തെങ്കിലും പരിപാടി വിചാരിക്കാമെന്ന് വെച്ചാൽ നമ്മൾ നിർത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പായി പോകും. പിന്നെ വ്യൂസ് വളരെ ലോ ആയിട്ടായിരിക്കും കയറുന്നത്. കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസിന് വരെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനെ പറ്റിയിട്ട് ചിന്തിക്കാണ്ട് നിങ്ങൾ വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക, മുന്നോട്ട് പോവുക. എത്ര ചെയ്യുള്ളൂ. നല്ല ക്വാളിറ്റി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, ക്വാളിറ്റി തമ്പനെയിൽസ് ഇടുക. ഇതൊക്കെ ചെയ്താൽ തന്നെ പകുതി നിങ്ങളുടെ വീഡിയോസ് കയറിപ്പോകും. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ വീഡിയോസ് നന്നായിട്ട് ചെയ്യുക. തളരേണ്ട ആവശ്യമില്ല, കോൺഫിഡൻസ് കളയേണ്ട ആവശ്യമില്ല. ഓരോ ദിവസവും നിങ്ങൾ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് നോക്കുക. ലാസ്റ്റ് വരെ വീഡിയോ കണ്ടോ. അപ്പം ഞാൻ എടുത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കേട്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. ഇനി പുതിയ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ വരും, ഉറപ്പായിട്ട് നിങ്ങൾ കാണും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോസുമായിട്ട്